ഇതിലൂടെ എന്തെല്ലാം കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നതിലാണ് രാജ്യത്തെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിതെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ UP പോലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്കൂളുകൾ നന്നാക്കാൻ വേണ്ടി നമുക്കത് ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ട്. എന്റെ മനസ്സിൽ എന്തായാലും ഉണ്ട്. നമ്മൾ വിദ്യാഭ്യാസ നിലവാരത്തിലും അടിസ്ഥാന സൗകര്യ നിലവാരത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ്. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുമെന്നാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത്. 27,000 കോടി രൂപ ഇതിനായി ചെലവാക്കും. UP യിലാണ് ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകൾ ഉള്ളത്, 1865. തൊട്ട് പിന്നാലെ മഹാരാഷ്ട്ര 910, ആന്ധ്ര 900. വലിയ സ്റ്റേറ്റുകളായതുകൊണ്ടാണ്. ചലഞ്ച് മോഡ് എന്നൊരു പരിപാടി വഴിയാണ് PM ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുക്കാം. ചില മിനിമം മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. കേടുപാടില്ലാത്ത സ്കൂൾ കെട്ടിടം വേണം, തടസ്സങ്ങളില്ലാത്ത പ്രവേശന റാമ്പുകൾ വേണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് എങ്കിലും വേണം എന്നൊക്കെയാണ് മിനിമം മാനദണ്ഡങ്ങൾ. തിരഞ്ഞെടുത്ത സ്കൂളിന്റെ പേരിന് PM ശ്രീ എന്ന പ്രിഫിക്സ് നൽകി PM ശ്രീ ഇന്ന സ്കൂൾ എന്ന് ചേർക്കേ വേണം. ഇതൊക്കെ ഇല്ലാത്ത സ്കൂളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഇല്ലാത്ത സ്കൂളുകൾ കേരളത്തിൽ ഇല്ല. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ എല്ലാ സ്കൂളിലും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം എന്റെ മനസ്സിലുണ്ട്. ഇവിടെ ശരിക്കും പ്രശ്നം ആയിരക്കണക്കിന്